പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. വാഴ്ത്തപ്പെട്ട ആൻകാഥൻ ലഭിച്ച ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അധ്യായം 51, 52. ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷം ഈശോയുടെ തിരി ശരീരം ജോസഫും നിക്കോദെമോസും കൂടെ ഏറ്റുവാങ്ങി. അതിനുശേഷം അവർ ഈശോയുടെ തിരി ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തി. മാതാവ് നിലത്ത് വലിയൊരു തുണി വിരിച്ചിട്ട് അതിലിരുന്നു. ഈശോയുടെ ശിരസ് മാതാവിൻ്റെ മടിയിൽ വെച്ചു. ഈശോയുടെ ശരീരം ഒരു കിടക്ക വിരിപ്പിൽ നിവർത്തിയിരുന്നു. ഈശോയുടെ ശരീരത്തിൽ പൂശുന്നതിനാവശ്യമായുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിനായി കാൽവരിയുടെ തെക്കു പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗുഹയിലേക്ക് ആളുകൾ പിൻവാങ്ങി. കാഷ്യസ്, ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കൊത്തി മാനസാന്തരപ്പെട്ട കാഷ്യസ് എന്ന പടയാളി ഏതാനും മറ്റു പടയാളികളോടൊപ്പം ബഹുമാനപൂർവ്വം അല്പം അകലെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഈശോയുടെ ശരീരത്തിന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെ തടയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ അവിടെ കാവൽ നിന്നു. ഈ സമയത്ത് ഭക്തസ്ത്രീകൾ പൂപാത്രങ്ങൾ, നീർപ്പഞ്ഞി, ലിനൻ, തൈലം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ആവശ്യപ്രകാരം ഇതെല്ലാം നൽകുവാൻ വേണ്ടിയിട്ട്. മാതാവിൻ്റെ വേദന പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത്രമാത്രം അവാച്യമായ വേദനയുടെ മധ്യത്തിലും മാതാവിൻ്റെ ധൈര്യത്തിന് ഇളക്കം തട്ടിയില്ല. പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ശരീരം കഴുകി വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അക്ഷീണമായ ഔത്സുക്യത്തോടെ അവൾ അവിടുത്തെ ശരീരം കഴുകുകയും ശുദ്ധീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. വളരെ ശ്രദ്ധയോടുകൂടിയാണ് മാതാവ് ഈശോയുടെ തിരുശരീരം വൃത്തിയാക്കുന്നത്. ആദ്യം തന്നെ ഈശോയുടെ ശിരസിലെ മുൾമുടി മാതാവ് എടുത്തു മാറ്റി. മുൾമുടിയുടെ പിൻഭാഗം തുറന്ന ശേഷം അവിടുത്തെ ശിരസിൽ ആഴത്തിൽ തറഞ്ഞിരുന്ന മുള്ളുകൾ ഓരോന്നായി മുറിവുകൾ വലുതാകാതെ മാതാവ് മുള്ളുകൾ പുറത്തെടുത്തു. ഈ മുൾമുടി ആണികളുടെ അരികെ മാതാവ് വെച്ചു. എന്നാൽ ചില മുള്ളുകൾ ആഴത്തിൽ പതിഞ്ഞവയായിരുന്നു. അത് ഒരു തരം ചവണ കൊണ്ട് മാതാവ് വലിച്ചൂരിയെടുത്തു. എന്നിട്ട് ആ മുള്ളുകൾ തൻ്റെ മിത്രങ്ങളെ മാതാവ് കാണിച്ചു. നമ്മുടെ ഈശോയുടെ തിരുമുഖം തിരിച്ചറിയാനാവാത്ത വിധം വിരൂപമാക്കപ്പെട്ടിരുന്നു. മുഖം മുഴുവനും മുറിവുകൾ കൊണ്ട് മൂടിയിരുന്നു. താടിമീശയും മുടിയും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച് ചകിരി പോലെ ഒരുമിച്ച് കൂടിയിരുന്നു. മാതാവ് ഈശോയുടെ ശിരസും മുഖവും കഴുകി നനഞ്ഞ നീർപ്പഞ്ഞി ഉപയോഗിച്ച് ഈശോയുടെ ആ കട്ട പിടിച്ച മുടിയിലെ രക്തമെല്ലാം മാതാവ് കഴുകിക്കളഞ്ഞു. ഇങ്ങനെ മാതാവ് തൻ്റെ ജോലി തുടരവേ ശത്രുക്കൾ എന്തുമാത്രം ഈശോയെ വേദനിപ്പിച്ചു എന്ന് മാതാവ് വളരെ അടുത്ത് നിന്ന് കാണുകയാണ്. ഈശോയുടെ ഓരോ മുറിവുകളും കഴുകുമ്പോൾ വ്യക്തമായി വരുമ്പോൾ മാതാവിന് മനസ്സിലാവുന്നത് എന്തുമാത്രമാണ് ഈശോയുടെ ശത്രുക്കൾ ഈശോയെ വേദനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾ തന്നെയാണ് ഈ ആഴത്തിലുള്ള മുറിവുകളുടെ കാരണം. അങ്ങനെ ഈശോയുടെ ശിരസ് പൂർണ്ണമായി ശുദ്ധിയാക്കിയ ശേഷം മാതാവ് അതൊരു മുഖപടം കൊണ്ട് മൂടി. തൻ്റെ പ്രിയപുത്രൻ്റെ പരിശുദ്ധമായ കവിൾത്തടങ്ങളെ മാതാവ് സ്നേഹപൂർവ്വം ചുംബിച്ചു. കഴുകാൻ ഉപയോഗിച്ച വെള്ളം അവർ കളഞ്ഞില്ല. കാരണം അതും പരിശുദ്ധമാണ്. ദിവ്യരക്ഷകൻ്റെ തിരുശരീരത്തെ കഴുകിയ വെള്ളമാണ് അത്. അവർ നേരത്തെ നീർപ്പഞ്ഞി പിഴിഞ്ഞിരുന്ന തുകൽ കുപ്പികളിലേക്ക് ഒഴിച്ചു. ഈശോയുടെ തിരുശരീരത്തിൽ കഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം കാഷ്യസ് ഗിഹോണിലെ അരുവിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ജലം കൊണ്ടുവരുന്നത് ആൻ കാതറിൻ ദർശനത്തിൽ കാണുകയാണ്. അങ്ങനെ ഈശോയുടെ തിരുശരീരത്തിൽ കഴുകുന്നു, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടത് തേക്കുന്നു. അങ്ങനെ ഈശോയുടെ പരിശുദ്ധ ശരീരം ഗാഗുൽത്തായുടെ ഉച്ചിയിൽ നിന്ന് അല്പം താഴെയുള്ള ഒരു പാറയുടെ മിനുസമുള്ള ഉപരിതലത്തിലേക്ക് എടുത്തു വെച്ചു. അത് പരന്നിരിക്കുന്നൊരു പ്രതലമാണ്. അവിടെ ഈശോയുടെ ബോഡി വെച്ചു. അത് സുഗന്ധലേപനം നടത്താൻ പറ്റിയ ഒരു പ്രതലമായിരുന്നു. നിക്കോദെമോസും ജോസഫും ഈശോയുടെ ശരീരത്തിൻ്റെ അധോഭാഗങ്ങൾ കഴുകി വെടിപ്പാക്കി. അവസാനമായിട്ട് ഈശോയുടെ തിരുശരീരം മുഴുവനും ചുറ്റുന്നതിന് വേണ്ടിയിട്ട് 6 അടി നീളമുള്ള ഒരു വലിയ കച്ചയിൽ കിടത്തി. ഇത് ജോസഫാണ്, അരമത്തേക്കാരൻ ജോസഫാണ് കൊണ്ടുവന്നത്. പരിശുദ്ധ കന്യകാമറിയവും ഭക്തസ്ത്രീകളും പുരുഷന്മാരും ഈശോയുടെ ശരീരത്തിനരികെ ചുറ്റിലുമായി മുട്ടുകുത്തി നിന്നു. ഈ സമയത്ത് ഒരു അത്ഭുതം അവിടെ നടന്നു. എന്താണെന്ന് വെച്ചാൽ ഈശോയെ ഈ കച്ച കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞ ഉടനെ
ഈശോയുടെ ശരീരത്തിലെ ഓരോ മുറിവുകളും ഈ കച്ചയിൽ ഒരു സീല് ചെയ്ത് വെച്ച പോലെ, മുദ്ര ചെയ്ത് വെച്ചതുപോലെ പതിഞ്ഞു. അപ്പോൾ ഇതിലെന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ, ഈ 6 അടി നീളമുള്ള കച്ചയ്ക്കുള്ളിൽ മറ്റൊരു തുണിയുണ്ടായിരുന്നു. ഈ കച്ച ഈശോയുടെ ശരീരമായിട്ട്, ഈശോയുടെ മുറിവുകളായിട്ട് ഒരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ല. എന്നിട്ടും ആ കച്ചയിൽ ഈശോയുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഇതാണ് ടൂറിനിലെ തിരുക്കച്ച. അതിന്നും കത്തോലിക്ക തിരുസഭയുടെ കരങ്ങളിലാണ്. ആൻ കാതറിൻ പറയുന്നു, ഈശോയുടെ ഉയർപ്പിന് ശേഷം കച്ച അവിടുത്തെ മിത്രങ്ങളുടെ കൈവശമായിരുന്നു. അപ്പോൾ ഇന്ന് അത് ടൂറിനിലുണ്ട്. ആ തിരുക്കച്ചയിൽ നിന്നാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിച്ചത്. ഈശോയുടെ തിരുക്കച്ചയിലെ ചിത്രവും 1930കളിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട കരുണയുടെ ഒറിജിനൽ ചിത്രവും തമ്മിൽ 100% സാമ്യത നമുക്ക് കാണാൻ സാധിക്കും. വിവിധ വിശുദ്ധർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതെല്ലാം ഈ തിരുക്കച്ചയിൽ പതിഞ്ഞ മുഖത്തിൻ്റെ സാദൃശ്യമുള്ള രൂപത്തിലായിരുന്നു ഈശോ പ്രത്യക്ഷപ്പെട്ടത്. ഇനി ഈശോയുടെ തിരുശരീരം വഹിച്ചുകൊണ്ട് അവർ കല്ലറയിലേക്ക് പോവുകയാണ്. കല്ലറയിൽ ഈശോയെ അടക്കണം. അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ പുതിയ കല്ലറയിലാണ് ഈശോയെ അടക്കുവാൻ വേണ്ടി പോകുന്നത്. അവർ ഈശോയുടെ തിരുശരീരം തുകലുകൊണ്ടുള്ള ഒരുതരം കൈവണ്ടിയിൽ വെച്ചു. ആ കൈവണ്ടിയുടെ മുൻപിൽ 2 തണ്ടുകളുണ്ടായിരുന്നു, പിറകിലും 2 തണ്ടുകളുണ്ട്. ഈ മുൻപിലെ തണ്ട് വഹിച്ചിരുന്നത് അരിമത്ഥ്യക്കാരൻ ജോസഫും നിക്കോദെമോസുമായിരുന്നു. പിറകിലെ തണ്ട് അബിനേതാറും യോഹന്നാനുമായിരുന്നു വഹിച്ചത്. ഇത് കണ്ടപ്പോൾ ആൻ കാതറിന് ഓർമ്മ വന്നത് വാഗ്ദാന പേടകത്തെയാണ്. വാഗ്ദാന പേടകവും ഇതുപോലെയായിരുന്നു. ഇതാ വാഗ്ദാന പേടകത്തിൻ്റെ അകത്തുണ്ടായത് ആകാശത്തു നിന്നും പൊഴിഞ്ഞ മന്നായാണെങ്കിൽ ഇതാ ജീവൻ്റെ മന്നായെ അവർ ചുമക്കുന്നു. വാഗ്ദാന പേടകത്തിനകത്തുണ്ടായത് ദൈവകൽപ്പനകളാണെങ്കിൽ, ദൈവവചനങ്ങളാണെങ്കിൽ ഇതാ വചനം മാംസമായവനെ അവർ ചുമക്കുന്നു. അങ്ങനെ ചുമന്നുകൊണ്ട് അവർ പോവുകയാണ്. ഇവർക്ക് മുമ്പിൽ പടയാളികൾ പന്തം കൊളുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം ഗുഹയ്ക്കകത്ത്, കല്ലറക്കകത്ത് സൂര്യപ്രകാശം ഒട്ടും കടക്കില്ല. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ പടയാളികൾ മുൻപിൽ പോകുന്നു, ഈശോയെ ചുമന്നുകൊണ്ട് ശിഷ്യന്മാർ പോകുന്നു. അതിൻ്റെ പിറകിലായിട്ട് ഭക്തസ്ത്രീകൾ, പരിശുദ്ധ കന്യകാ മറിയവും ഹേലിയുടെ മറിയം മഗ്ദലേനയും ക്ലെയോഫാസിൻ്റെ മറിയം, പിന്നെ കുറച്ച് ദൂരത്തായി സ്ത്രീകളുടെ സംഘം, വേറോനിക്ക, യോഹന്നാക്കൂസ, മേരി സലോമി, ജെറുസലേമിലെ സലോമി, സൂസന്ന, വിശുദ്ധ ഔസേപ്പിൻ്റെ അനന്തരവളായ ആൻ, കാഷ്യസും മറ്റു പടയാളികളും എല്ലാം ചേർന്നപ്പോൾ ഈ ഘോഷയാത്ര പൂർണ്ണമായി. അങ്ങനെ ഘോഷയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് ചെറിയ യാക്കോബിനെ കണ്ടു. ചെറിയ യാക്കോബ് കുന്നിന് മുകളിൽ നിന്നും ഈ ഘോഷയാത്ര നോക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഘോഷയാത്രയെ പറ്റിയുള്ള വിവരങ്ങൾ മറ്റ് ശിഷ്യന്മാരെ അറിയിക്കുന്ന വേണ്ടിയിട്ട് യാക്കോബ് പോയി. അങ്ങനെ കല്ലറയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കല്ലറ തുറന്നു. അവിടെ ഈശോയുടെ തിരുശരീരം വെച്ചു. വളരെ ഭക്തിയോടുകൂടിയാണ് അവർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് മാതാവ് ഈശോയുടെ അടുക്കൽ ഒരുപാട് നേരം ഇരുന്നു. കല്ലറ അടക്കേണ്ടതുണ്ട് എന്ന് പുരുഷന്മാർ പറഞ്ഞതുകൊണ്ട് മറ്റ് സ്ത്രീകൾ അടുത്തേക്ക് മടങ്ങി. കല്ലറ അടക്കാനുള്ള വലിയ കല്ല് ഗുഹയുടെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ലിവറുകൾ ഉപയോഗിച്ചാണ് ഈ കല്ലറ അവർ ഈ കല്ലുകൊണ്ട് മറച്ചത്. ഗ്രോട്ടോയിലേക്കുള്ള പ്രവേശന കവാടം കൂട്ടിപ്പിണച്ച വൃക്ഷശാഖകൾ കൊണ്ട് അടച്ചു. അങ്ങനെ ഈശോയെ കല്ലറയിൽ അടക്കിയ ശേഷം അവരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് സാബത്ത് അടുത്തെത്തി. ഇനി സാബത്ത് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. പരിശുദ്ധ കന്യകാ മറിയവും ചില ഭക്തസ്ത്രീകളും കാൽവരിയിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ജോസഫ് പറഞ്ഞു, നിക്കോദെമോസും ജോസഫും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഏത് നിമിഷം മുട്ടിയാലും ഈ വിരുന്നശാലയുടെ വാതിൽ ഞങ്ങൾ തുറന്നു തരും. കാരണം വിരുന്നശാല അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് ജോസഫും നിക്കോദെമോസും പോവുകയാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് കാൽവരിയിലുള്ള മറ്റ് പടയാളികളും കാഷ്യസും കൂടെ പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. കാഷ്യസ് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പിലാത്തോസിനെ അറിയിച്ചു. പിലാത്തോസ് വളരെ ഭയത്തോടു കൂടി ഇതെല്ലാം കേട്ടിരുന്നു. ജോസഫും നിക്കോദെമോസും പോകുന്ന വഴിക്ക് പത്രോസിനെയും മറ്റ് 2 യാക്കോബുമാരെയും കണ്ടു. അവരെല്ലാവരും പരസ്പരം കരഞ്ഞു. ഈശോയുടെ മൃതസംസ്കാര സമയത്ത് അവിടെ എത്താൻ സാധിക്കാത്തതിൽ പത്രോസ് ഖേദമറിയിച്ചു. പത്രോസ് ദുഃഖഭാരത്താൽ തകർന്നവനെ പോലെയായിരുന്നു. അങ്ങനെ പത്രോസ് ഈശോയുടെ മൃതസംസ്കാരം ഇവരെ വളരെ ഭംഗിയായിട്ട് ചെയ്തതിന് അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞു മറ്റ് ശിഷ്യന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകാ മറിയവും
മിത്രങ്ങളും ഭക്തസ്ത്രീകളെല്ലാവരും വിരുന്നശാലയിൽ സമ്മേളിച്ചു. ഏകദേശം ഭൂരിഭാഗം ശിഷ്യന്മാരും ഈശോയുടെ ഭക്തന്മാരെല്ലാവരും ഈ വിരുന്നശാലയിൽ ഉണ്ടായിരുന്നു. അവർ സാബത്ത് ആചരിച്ചു. വലിയ ആഘോഷമൊന്നും ഇല്ലാതെ അവർ ആടിനെ ഭക്ഷിച്ചു. പിന്നെ രാത്രി കുറേ കഴിഞ്ഞപ്പോൾ ബഥാനിയായിൽ നിന്നും ലാസറും നായിമിലെ വിധവയും സമരിയാക്കാരിയായ ദീനായും സുഫാനിലെ മാരായും വന്നെത്തി. എല്ലാവരും ഒരിക്കൽ കൂടി സംഭവിച്ചതെല്ലാം വിവരിച്ച് അവർ കണ്ണീര് ഒഴുക്കി. ഈ സമയത്ത് അരമത്തേക്കാരൻ ജോസഫ് വിരുന്നശാലയിൽ നിന്നും വളരെ ലേറ്റായിട്ടാണ് സ്വന്തം വീട്ടിലോട്ട് പോകുന്നത്. കൂടെ ചില ഭക്തസ്ത്രീകളും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇപ്പോൾ സിയോൻ്റെ തെരുവുകളിൽ എത്തിയപ്പോൾ അവിടെ കയാഫാസിൻ്റെ ന്യായാസനത്തിലെ ആയുധധാരികളായിട്ടുള്ള ഒരു സംഘം ചാടി വീണ് അരമത്തേക്കാരൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തു, പിടിച്ചുകൊണ്ടുപോയി. ഇത് കണ്ട സ്ത്രീകൾ നിലവിളിച്ച് അവരും ഓടി. അപ്പോൾ ജോസഫിനെ പട്ടിണിക്കിട്ട് കൊല്ലണം എന്നായിരുന്നു കയാഫാസിൻ്റെ ആഗ്രഹം. ജോസഫിൻ്റെ തിരോധാനം രഹസ്യമായി വെക്കണമെന്നും കയാഫാസ് ആഗ്രഹിച്ചിരുന്നു.